നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി ലക്ഷ്യം വെക്കുന്നത് 40% വോട്ട് ഷെയറാണ്. സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 33% വോട്ട് ഷെയർ നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതൊരു വലിയ നേട്ടമായി തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം അവർ 2012 അധികാരത്തിൽ വന്ന സമയത്ത്, അതായത് 224 സീറ്റ് നേടി അധികാരത്തിൽ വന്ന അഖിലേഷ് മുഖ്യമന്ത്രിയായ സമയത്ത് പോലും 28% വോട്ട് ഷെയർ മാത്രത്തിൽ കിട്ടിയായിരുന്നുള്ളൂ. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് ചതുഷ്കോണ മത്സരമാണ്. 2012 4 പാർട്ടികളും സർവ്വസജീവമായിരുന്നു. കോൺഗ്രസും, സമാജ്വാദി പാർട്ടിയും, ബഹുജൻ സമാജ് പാർട്ടിയും, BJPയും പല മണ്ഡലങ്ങളിലും ചതുഷ്കോണ പോരാട്ടം നടത്തിയ സ്ഥലത്താണ് 28% വോട്ട് ഷെയറുമായി 224 സീറ്റുമായി അധികാരത്തിലെത്തിയത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ, നേരിട്ടുള്ള മത്സരമായിരുന്നു BJP സമാജ്വാദി പാർട്ടിയും തമ്മിൽ. കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിൽ പോലും 11%-നടുത്ത് വോട്ട് ഷെയർ മാത്രമേ കിട്ടിയുള്ളൂ. കാര്യമായ സീറ്റിലേക്ക് അത് എത്തപ്പെട്ടില്ല. ഇത്തവണ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കൂടെ സഖ്യം ചേർന്നാൽ 40%-ലധികം വോട്ട് ഷെയർ സുഗമമായി ലഭിക്കും. BJPക്ക് അധികാരം പിടിക്കണമെങ്കിൽ 50%-ൽ കുറയാതെ വോട്ട് ഷെയർ നേടിയെടുക്കാനും കഴിയണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയോധ്യ വിഷയം ഉൾപ്പെടെ BJPക്ക് തിരിച്ചടിയായി മാറും എന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ്. അതായത് യോഗി ആദിത്യനാഥിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പറ്റുന്ന ഒരു സുലഭമായ അവസരം ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും അത് അധികാരത്തിൻ്റെ നഷ്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഇനി ഉള്ള ദിവസങ്ങൾ യോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൗണ്ട് ഡൗണിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. അഖിലേഷിന് ഏറെ പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 2027 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത 37 സീറ്റ് എന്ന വിജയ മന്ത്രം അത് ആവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണെങ്കിൽ സുഗമമായും 200-ൽ കൂടുതൽ സീറ്റുകൾ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം നേടിയെടുക്കും. ഇവിടെ എടുത്തു പറയേണ്ടത്, പല BJP നേതാക്കളും സമാജ്വാദി പാർട്ടിയിലേക്ക് വരുന്ന സാഹചര്യമാണ്. സാധാരണഗതിയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നോക്കൂ, BJPയിലേക്കാണ് മറ്റ് പല പാർട്ടികളിൽ നിന്നും ആ പാർട്ടികൾ വിട്ട് കൃത്യമായും BJPയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി ചെല്ലുന്നു എന്ന് പറഞ്ഞ് അവർ കൊട്ടിഘോഷിക്കുന്നതെങ്കിൽ UPയിൽ നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ പ്രഗത്ഭരുൾപ്പെടെ പ്രദാനം ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് അവർക്ക് തിരിച്ചടി ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു തിരിച്ചടിയിലേക്ക് അവരുടെ സാഹചര്യങ്ങൾ വഴിയൊരുക്കുന്നു. തീർച്ചയായും അത് ചില്ലറ കാര്യമല്ല, ചില്ലറ നഷ്ടമായിരിക്കില്ല ഉണ്ടാക്കിയെടുക്കുന്നത്. മോദിയെ സംബന്ധിച്ചിടത്തോളം ഊതി വീർപ്പിച്ച ബലൂൺ എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. വ്യാജ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി എല്ലാ ഹൈപ്പും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിന് അധികം ആയുസ് ഉണ്ടാകില്ല എന്ന് CJP സമരം ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു.